നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് 18/8/2025. പൊതുവെ ഇന്ന് ഏകദേശം 3 മണി വരെയെങ്കിലും, ഉച്ചയ്ക്ക് 3 മണി വരെയെങ്കിലും പൊതുവെ എല്ലാവർക്കും അത്ര നല്ല ദിവസമായിരിക്കില്ല. അതിനുശേഷം ഗുണാധിക്യം ഉള്ള ദിവസങ്ങളായിരിക്കും പൊതുവെ എല്ലാ രാശിക്കാർക്കും. ഇത് കൂടാതെ ഞങ്ങൾ ഓഗസ്റ്റ് 18, 19, 20 തീയതികളിലെ ദിനഫലം പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പ്രഡിക്ഷനാണ്. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത്, ഇന്ന് ഈ 18/8/2025 സംഖ്യാശാസ്ത്രം അനുസരിച്ച് 8-നാണ് പ്രാധാന്യം. തീർച്ചയായിട്ടും 9-ന് തുല്യ പ്രാധാന്യമുണ്ട്. ഈ 8-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ ആദ്യ മണിക്കൂറുകളിലെല്ലാം മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ അവസാന ആ ലാപ്പ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 4 മണിക്ക് ശേഷം, ഇന്ന് 4 മണിക്ക് ശേഷം പൊതുവെ എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, പൊതുവെ എല്ലാ രാശിക്കാർക്കും. അപ്പോൾ 8-ൻ്റെ ഒരു പ്രത്യേകത അതാണ്. ആദ്യ മണിക്കൂറുകളിൽ, ഇപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ, അതേസമയം ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തിലാണെങ്കിലും 8-ആണ് അയാൾക്ക് ഒരു ഈ ഭാഗ്യസംഖ്യ എന്ന് പറയുന്ന വരുന്നതെങ്കിൽ, അയാളുടെ ഓരോരുത്തരുടെയും ഈ ജനന തീയതി അനുസരിച്ച് ഭാഗ്യസംഖ്യ 8-ആണെങ്കിൽ, മുഖ്യമായിട്ടുള്ള ഭാഗ്യസംഖ്യ 8-ആണെങ്കിൽ, അയാളുടെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടം മുഴുവൻ ഏകദേശം ഒരു 50-55 വയസ്സ് വരെയും കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാതെ പോയിട്ട് അവസാന കാലഘട്ടമാകുമ്പോൾ അത്യധികം സമ്പൽ സമൃദ്ധമായ ഒരു അവസ്ഥ അയാളുടെ ജീവിതത്തിലുണ്ടാവും. ഏറ്റവും ഉദാഹരണത്തിന് നെൽസൺ മണ്ടേല, നിങ്ങൾക്കറിയാമല്ലോ, സൗത്ത് ആഫ്രിക്കയിലെ നേതാവ്. അദ്ദേഹത്തിൻ്റെ യൗവനം മുഴുവൻ അദ്ദേഹം ജയിലിലായിരുന്നു. അതേസമയം ഏകദേശം 50-55 വയസ്സിന് ശേഷം അദ്ദേഹം ജയിൽ മോചിതനായി ഉടനെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റൊക്കെ ആയി. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ ഈ ജനന തീയതി വെച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെത് 8-ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഭാഗ്യസംഖ്യ 8-ആണെങ്കിൽ ആദ്യത്തെ കാലഘട്ടങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരുടെ ആ 8 ഭാഗ്യസംഖ്യയായിട്ട് വരുന്നവരുടെ ജീവിതത്തിൽ ആദ്യത്തെ ദശാബ്ദങ്ങൾ മുഴുവൻ നിർഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അയാൾക്ക് ഈ പറഞ്ഞ ഒരു 50-55 വയസ്സ് കഴിയുമ്പോൾ അത്യധികം സമ്പൽ സമൃദ്ധമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറും. എനിവേ, ഇവിടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. 18/8/2025 ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 18, 8, 26, 26, 2025 ആ നമ്പറുകളെല്ലാം കൂട്ടിച്ചേരുമ്പോൾ 35 വരും. ഈ 35-ൻ്റെ 3ഉം 5ഉം കൂടെ ചേരുമ്പോൾ 8. അപ്പോൾ ഈ 18/8/2025 റൂട്ട് നമ്പർ, മൂലസംഖ്യ എന്ന് പറയുന്നത് 8-ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഡിക്ഷൻ. പിന്നെ ഇന്ന് ഈ ഓഗസ്റ്റ് 18-ന് ഉച്ചയ്ക്ക് 2:40 PM മുതൽ ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് വരുന്നു. അവിടെ ശുക്രനും വ്യാഴവും കൂടി ചേർന്ന് ഗുരുശുക്രയോഗം,
അതിൻ്റെ കൂടെ ചന്ദ്രനും കൂടെ വരികയാണ്. അപ്പോൾ 3 ശുഭഗ്രഹങ്ങൾ ഒരുമിച്ച് വരികയാണ് മിഥുനം രാശിയിൽ. അതുകൂടാതെ ചന്ദ്രനും വ്യാഴവും ഒരുമിച്ചപ്പോൾ ഗജകേസരി യോഗത്തിൻ്റെ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അത് ഉച്ചയ്ക്ക് 2:40 PM മുതലാണ്. അത് കേരളത്തിൻ്റെ മുഴുവൻ ഒരു ശരാശരി സമയമാണ് ഈ 2:40 PM എന്നുള്ളത്. അത് പല ജില്ലകളിലും പരമാവധി ±5 മിനിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ നമുക്ക് ഏകദേശം പറയാം, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണി സമയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ 8ൻ്റെ ഭാഗ്യ മണിക്കൂറുകൾ വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ 8ൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യ മണിക്കൂറുകളെല്ലാം ഒരു ദിവസത്തന്നെ ആകെ ആദ്യ മണിക്കൂറുകളെല്ലാം മോശമായിരിക്കും, വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല. അതേസമയം അതിന് ശേഷം ഭാഗ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഈ ഗജകേസരി യോഗവും ഗുരുശുക്ര യോഗവും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഈ സമയം 18/8/2025 ഉച്ചയ്ക്ക് 2:40 PM മുതൽ ഓഗസ്റ്റ് 20-ആം തീയതി വൈകിട്ട് 6:35 PM വരെ തുടരും. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.